അത് നമുക്ക് ജീവിക്കുന്നതിൽ ഏറ്റവും അത്യാവശ്യം ഒരു കാര്യം. പിന്നെ കോമൺ സെൻസിൻ്റെ മാതിരി തന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞൊരു കാര്യം പലപ്പോഴും പല വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറുതായിട്ട് പറയണം. ഒരു സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലരുണ്ട്. ഇപ്പോൾ കുട്ടി ഒരു ഗ്ലാസ് പൊട്ടിച്ച് കുട്ടിയുടെ കാലിലേക്ക് വീണു പറഞ്ഞാൽ ചില അമ്മമാർ വന്നിട്ട് കരച്ചിലും നിലവിളിയും, കുട്ടിയും കരച്ചിൽ, വീട്ടുകാരും നിലവിളി, കുട്ടീനിട്ടടിക്കണു, ആകെ കൂടി മൊത്തം ഒരു ലഹളമായ ഉണ്ടാവുക. ഇതിപ്പോൾ എന്തപ്പോൾ ഇവിടെ ഉണ്ടായി എന്നൊരവസ്ഥയിലേക്കാണ് പോവുക. അപ്പം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ കുപ്പികൾ പൊട്ടിയിട്ട് ചില്ലുകളുണ്ട്, എൻ്റെ കാലിൽ മുറിവാവരുത്, കുട്ടീനെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ആ രീതിയിൽ നമ്മൾ സേഫ് ആക്കാനാണ് നോക്കുക. അപ്പോൾ അല്ലാണ്ട് നമ്മൾ ഭയങ്കര സ്ട്രെയിൻഫുള്ളായിട്ട് അതിനൊക്കെ ചെയ്യാനും ലഹള ഉണ്ടാക്കാനും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിമോനെ ചെയ്യില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിച്ചിട്ട് അവരെന്താ ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ അത് കൂടുതൽ പ്രശ്നമാണ്. ഞാൻ വളരെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത്. എന്ത് കാര്യവും ചെയ്യുമ്പോൾ നമുക്ക് ആ ചുറ്റും എന്താണ്, നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, ഏത് സ്ഥലത്താണ്, എവിടെയാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്താണ് നമ്മൾ സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു മിനിമം ധാരണ ഉണ്ടാവണം. നമ്മൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് നമുക്കേ ധാരണയില്ലെങ്കിൽ 1 2 3 4 5 കിളി 6 കിളി എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ടൊരു ടോപ്പിക്ക് പറയുന്നതോ സീരിയസ് അല്ലാണ്ട് ഒരു ടോപ്പിക്ക് പറയുന്നതോ ഒരുപാട് എക്സ്പ്രസീവായിട്ട് പറയുന്നതോ എന്നൊന്നല്ല കാര്യം. അത് പറയുന്ന ആളുടെ ഒരു സന്തോഷം. കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതെടുക്കാം. കണ്ടൻറ് എന്താണോ അത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. കോമൺ സെൻസ്, പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മളിലേക്ക് നമുക്കൊരു കാര്യം മാറ്റാൻ പറ്റില്ല, അതിന് റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. അടുത്തൊരു പോയിൻ്റാണ്, നമ്മുടെ ഓരോ സെക്കൻഡ്സിലും ഈ ലോകം നമുക്ക് ചുറ്റുമുള്ളതൊക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് വർത്തമാനം പറയുമ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എന്തെല്ലാമാണ് എൻ്റെ ഇപ്പോൾ ഒരു മുടിയുടെ തുമ്പാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ ഇരിക്കണം. അത് ഞാനിങ്ങനെ വർത്തമാനം പറയുമ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങുന്നുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാറ്റത്തത് ഒന്നിങ്ങനെ അവിടെ നീങ്ങുന്നുണ്ടാവും. അതല്ലാണ്ട് അതിങ്ങനെ ഒട്ടിയായിട്ട് ഇരിക്കുന്നതല്ല. അപ്പോൾ ഈ ലോകത്തിലെ ഓരോ സെക്കൻഡ്സിലും ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ മനസ്സിൽ നമുക്ക് പോലും ഒരേ മാതിരി ഇരിക്കാൻ പറ്റുന്നില്ല. ഒരേ മാതിരി നമ്മൾ ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവിടെ ആ ഇരിക്കുന്ന ഇരിപ്പിൽ എവിടെയെങ്കിലും ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ നമ്മൾ പിടിക്കുന്നത് വ്യത്യാസം ഉണ്ടാവാം, നമ്മളുടെ കൺപീലികളുടെ ചെറിയ അനക്കങ്ങൾ ഉണ്ടാവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാവും. ഈ പുറമേക്ക് നോക്കുന്ന സമയത്ത് ഇലകളും ചെടികളൊക്കെ കാറ്റത്ത് വീശണ സമയമുണ്ടെങ്കിൽ അത് ഒരേ മാതിരി ആവണമെന്നില്ല, കാറ്റിനനുസരിച്ച് പല രീതിയിലുണ്ടാവാം. അപ്പോൾ ഈ നമ്മൾ പറയും ചേഞ്ചസ് എന്ന് പറയുന്നത് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചേഞ്ചസിനെ നമുക്ക് പിടിച്ചിട്ട് അത് ചേഞ്ച് ആവില്ലേ ഇതാവല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലും ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ദിസ് ഈസ് ദ ട്രൂത്ത്. ഇപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റ് വീശി ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ചെടികൾ കാണാണ്ട്, അതാണ് ഇവിടെയുള്ള ഈ ചെടികൾ ഇങ്ങനെ കിടന്ന് ഇളകണം പറഞ്ഞിട്ട് ഞാൻ അതിനെ പിടിച്ചു നിർത്തണം, കാറ്റിനെ പിടിച്ചു നിർത്തണം പറഞ്ഞാൽ അത് സാധിക്കില്ല. പിന്നെ 4 പേരും നമുക്ക് മറച്ച് കെട്ടിയിട്ട് ഇവിടേക്ക് കാറ്റ് വരാതെ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്ന കാരണം കൊണ്ട് നിങ്ങൾ പലതരം തരത്തിൽ പറയുന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറച്ച് കെട്ടി നമ്മളങ്ങനെ അതിന് കാറ്റൊന്നും ഒട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് എന്താണോ ചേഞ്ചസ് നമ്മളവിടെ ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാലും അതൊരു പെർമനൻറ്റ് ലെവലിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിലൊക്കെ കുറേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്ത് ഓരോ നിമിഷവും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ഒരേ മാതിരി എപ്പോഴും അല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മൈന്യൂട്ടായ പല ചേഞ്ചസും ആയിരിക്കാൻ വരുന്നുണ്ട്, അത് പല രീതിയിലായിരിക്കാം വരുന്നത്. അപ്പോൾ അതിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്താലും ആക്സെപ്റ്റ് ചെയ്താലും ദിസ് ഈസ് ദ ട്രൂത്ത്. മനസ്സിലായോ? എളുപ്പം പറഞ്ഞുതരാം കേട്ടോ ഞാനൊരു കാര്യം. ബ്രേക്കപ്പ് ഇഷ്യൂസ് ഉണ്ടാവും, നിങ്ങളവർക്ക് വേണ്ട, ദിസ് ഈസ് ദ ട്രൂത്ത്. നിങ്ങളിനി എന്തൊക്കെ കാണിച്ചു കൂട്ടില്ല, നിങ്ങളിനി എന്തൊക്കെ പിന്നാലെ പോയാലും അവർക്ക് നിങ്ങളെ വേണ്ട. നിങ്ങളിനി എങ്ങനെയൊക്കെ കാണിച്ചാലും അവർക്ക് നിങ്ങളെ വേണ്ട, ദിസ് ഈസ് ദ ട്രൂത്ത്. ആ ട്രൂത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരവരുടെ കാര്യം നോക്കി
പോവും. അപ്പോൾ അത് നിങ്ങൾ കരഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ, നിങ്ങൾ നിലവിളിച്ചു എന്ന് വെച്ചിട്ടോ, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് വെച്ചിട്ടോ അതിന് തിരിച്ചു വരണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ജീവിതം വേണമെങ്കിൽ പോയി എന്ന് വരും. അവരില്ല, അവരുടെ മൈൻഡിൽ ആ ഒരു ഇഷ്ടം പോയി കഴിഞ്ഞു, നിങ്ങളെ വേണ്ട. പിന്നെ ഈ കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ആ പഴയ മാതിരിയുള്ള ഇഷ്ടവും സ്നേഹവും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? വൺസ് അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് തോന്നിപ്പോയി നിങ്ങളോട് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ കരഞ്ഞിട്ടോ പിഴിഞ്ഞിട്ടോ അങ്ങനെ സംഭവമാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എന്തിന് പറയാൻ പോകണം അവരുടെ അടുത്തേക്ക്? നിങ്ങളെക്കുറിച്ചിട്ട് ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് നിങ്ങൾ ഈ കരഞ്ഞിട്ടാണോ നിങ്ങൾ അവരെ ഇഷ്ടമുണ്ടാക്കിക്കാൻ നോക്കുന്നത്? എന്തൊരു അവസ്ഥയാണത്! എവിടെയാണ് നിങ്ങളെ അവർ സ്നേഹിച്ചത്? നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മനസ്സിലായി? ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ ഈ ഒരു ലെവലിലേക്ക് പറയുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ദിസ് ഈസ് ദ ട്രൂത്ത്. അവർക്ക് നിങ്ങളെ വേണ്ട, അവർ പോയി കഴിഞ്ഞു. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ചില കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റൂ. അപ്പോൾ ജീവിക്കണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. നമ്മളിങ്ങനെ കമാൻഡ് ചെയ്തിട്ട് എല്ലാം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം മറ്റുള്ളവരെന്ന് പറയണ മാതിരി നമുക്ക് മറ്റൊരാളെ ആക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റണം. പല കാര്യങ്ങളും നമ്മളുടേതായ രീതിയിൽ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, എല്ലാ ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നന്നാവണം എന്നുള്ളത്? സ്വാഭാവികമായും നന്നാവണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അവരുടേതായ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതൊരു സ്ഥലത്ത് അങ്ങനെ ഇരുന്നു, അതിൻ്റെ ഒരാളുടെ ഒരു സർക്കംസ്റ്റാൻസസും സിറ്റുവേഷൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മാതിരില്ല. അത് പല രീതിയിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും നന്നാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണ്ടേ എന്നുള്ളതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും അവരുടെ കൂടെ വളരാം. നമ്മൾ മറ്റൊരാളെ നോക്കിയിട്ടല്ല, നമ്മൾ നമ്മളെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെനിക്ക് തോന്നിയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം, നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് പറയും പെട്ടെന്ന് ഓക്സിജൻ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടലിലേക്ക് വീഴുകയാണെങ്കിൽ നിങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇടണം. ആദ്യം നിങ്ങളുടെ മടിയിലുള്ള കുട്ടിക്ക് ലൈഫ് ജാക്കറ്റ് ഇടണം എന്നാണോ പറയുക? നിങ്ങൾ ആദ്യം സേഫ് ആക്കിയിട്ട് വേണം നിങ്ങളുടെ അപ്പുറത്തുള്ള ആളെ ആക്കാൻ. എന്തുകൊണ്ടാണ് പറയുന്നത്? പാനിക്കായിട്ട് അവിടെ സിറ്റുവേഷൻ വേസ്റ്റ് ആവാതെങ്കിൽ നമ്മളാദ്യം നമ്മളിൽ ഓക്കെ ആവണം. കാരണം നമുക്ക് ഇവരെ സഹായിക്കാൻ പോകുമ്പോൾ നമുക്ക് അവർക്ക് ചിലപ്പോൾ ഇതിട്ട് കൊടുക്കാനും പറ്റില്ല. കാരണം നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. നമ്മൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഈ മറ്റേ കുട്ടിക്ക് കൊണ്ട് ഓക്സിജൻ കൊടുക്കാൻ പോകുമ്പോൾ അതും പറ്റില്ല, നമ്മളും കിട്ടില്ല, അവരും കിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമുക്കത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അടുത്ത ആൾക്ക് കൊടുക്കുന്നതിന് നമുക്കത് പറ്റും. അപ്പോൾ എപ്പോഴും പറയുന്നത് നമുക്ക് നമ്മളെ ആദ്യം ഓക്കെ ആക്കാനും നമ്മളുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവണം. അതിനെ നമ്മൾ ബെറ്റർ ആക്കുമ്പോൾ എന്തായാലും മറ്റൊരാളിലേക്ക് നമുക്ക് സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ പറയില്ലേ നമ്മളെ ഹാപ്പി ചെയ്യാൻ മറ്റൊരാളെ പറ്റുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ടൈമിനെ കുറിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണ ഒരു കാര്യമാണ്, പോയ സമയം തിരിച്ചു കിട്ടുമോ? ഇല്ലപ്പാ, ആ സമയം പോയിക്കൊണ്ടിരിക്കും. നമുക്ക് അതേ മൊമെൻറ്റ് കിട്ടില്ല. ഈ ചിച്ചിയുടെ മാതിരി ഈ ഒരു മൊമെൻ്റാണ്, അടുത്ത സമയം കിട്ടണമെന്നില്ല. ഇനി ഞാനിപ്പോൾ ഒരു ചിരിക്കാൻ ചെല്ലുമ്പോൾ എന്തായാലും നോക്കി അതൊരു ഡിഫറെൻറ്റ് സ്മൈലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണോ ഞാൻ നേരത്തെ തീർച്ചയായും? എനിവേ, ശ്രമിച്ചാൽ പോലും നമുക്ക് ആവണമെന്നില്ല. നമ്മുടെ ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ഒരു ചെറിയൊരു മാറ്റം വന്നെന്ന് വരും. എക്സാക്ട്ലി അതേമാതിരി ആവണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലേ? അപ്പോൾ എല്ലാം ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലേ? അതിങ്ങനെ ഓരോ രീതിയിലാണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടില്ല. ആ ഒരു കാര്യത്തിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യാൻ.